സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിൽപ്പന നടക്കുന്ന സമയം കൂടിയാണല്ലോ ഓണക്കാലം എന്നത്. ചന്തകൾ മുതൽ മോളുകൾ വരെ ഉപഭോക്താക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഓണത്തിരക്കിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുമുണ്ട്. അങ്ങനെ ഒന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഓണക്കാലമല്ലേ, എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റായിട്ടിരിക്കുമായിരിക്കും അല്ലേ. ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുന്നു. ഇങ്ങനെ വാങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണോ, കൊള്ളാമോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഓണത്തിനൊരു പായസം വെക്കണ്ടേ, പായസം വെക്കണമെങ്കിൽ നല്ല പാലൊക്കെ വേണ്ടേ. ആ പാലെല്ലാം അത്ര ക്വാളിറ്റി ഉള്ളത് തന്നെയാണോ നിങ്ങൾക്ക് അറിയോ? അതറിയണമെങ്കിൽ പറ്റുന്ന സംവിധാനം ഈ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ക്ഷീര വികസന വകുപ്പിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസുകളുണ്ട്. ഞാനിപ്പോൾ കോട്ടയത്തെ ഓഫീസിലാണ് നിൽക്കുന്നത്. ഇവിടെ അവർ തകൃതിയായി പണിയിലാണ്. അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറേ പല കമ്പനികളുടെ പാലുകൾ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുകളൊക്കെ നടക്കുകയാണ്. മാഡം, ഇതിപ്പോൾ പല കമ്പനികളുടെ സാധനങ്ങളാണ് ഇല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ ഇവിടെ നിങ്ങൾ നടക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? രാവിലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കറ്റ് മിൽക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്യും. പിന്നെ അതുകൂടാതെ സംഘങ്ങളിൽ നിന്ന് കർഷകരുടെ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. സംഘങ്ങളുടെ സാമ്പിൾസ് ബൾക്കായിട്ടുള്ള. ഇത് ഓണക്കാലം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണോ? ഓണക്കാലത്ത് നമ്മളിത് ഒരു പ്രത്യേക ഊർജിത പാൽ പരിശോധന, ഒരു കർഷകർക്ക് ഇൻഫർമേഷൻ സെൻറ്ററും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനും, അതാണ് ഇതിലായിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരും പരാതി പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഈ മാർക്കറ്റിൽ നിന്നുള്ള സാമ്പിളുകളെല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ ഏറ്റവും കുറഞ്ഞ 15 മാർക്കറ്റ് സാമ്പിളെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നാട്ടുകാർക്ക് സംശയം തോന്നി പരാതി ഉണ്ടെങ്കിലും നിങ്ങളെ വിളിച്ച് പറയാം, നിങ്ങളത് ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? ഒരു പാൽ ആ സാമ്പിൾ കൊണ്ടുവരണം. അതായത് പാക്കറ്റ് പാലാണെങ്കിൽ പാക്കറ്റായിട്ട് തന്നെ കൊണ്ടുവരണം, പൊട്ടിച്ചിട്ടല്ല കൊണ്ടുവരുന്നത്. അതിൽ ആരെങ്കിലും കൃത്രിമം കാണിച്ച് കൊണ്ടുവന്നതാണെന്നുള്ള സാഹചര്യം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടെത്തിയാൽ നിങ്ങളുടെ നടപടി എന്താ? റിപ്പോർട്ട് ചെയ്യും. എന്തായാലും ഇവിടെയാണ് പരിശോധനകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. പലതരത്തിലുള്ള പരിശോധന ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് പണ്ടൊക്കെ സിനിമയെ കണ്ടിട്ടുള്ളത് പോലെ വെള്ളം ചേർത്ത പാലിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, പല പരിശോധനയുണ്ട്. ടെക്നീഷ്യൻ ഉണ്ട്. ടോം എന്നല്ലേ സാറിൻ്റെ പേര്? അദ്ദേഹം ടോം സാറ് ലാബ് ടെക്നീഷ്യനാണ്. ഇതിലെന്താ, ഈ മെഷീനിൽ എന്താ നടക്കുന്നത്? നമ്മൾ അനലൈസർ എന്ന് പറഞ്ഞതാണ്, മിൽക്ക് അനലൈസർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിൻ്റെ സ്റ്റാൻഡേർഡ്, അതായത് നമ്മളിപ്പോൾ നോർമലി പശുവും പാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പാലിൽ 87% വെള്ളം എന്നുള്ളതാണ് നമ്മൾ ഒരു കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഒരു 13% പാലെന്നാണ് നമ്മൾ. ചിലപ്പോൾ അതിൻ്റെ വേരിയേഷൻ വരെ, ഇപ്പോൾ ഒരു ഇളം കറവ പോലെയുള്ള ഇതൊക്കെ ആണെങ്കിൽ ഫാറ്റിൽ വേരിയേഷൻ വരെ, പക്ഷേ റീഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് എസൻറ്റഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വില ഇടുന്നത് പോലും. ഇപ്പം ചാർട്ട് പ്രകാരം വില എങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് പാലിൻ്റെ സ്റ്റാൻഡേർഡ് കറക്റ്റാണ് നോക്കാനുള്ള ഏറ്റവും നൂതനമായ. പാല് വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും, ബേസിക്കലി അറിയാൻ പറ്റും, സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ഈ 87% വെള്ളം എന്നുള്ളത് ഒരിക്കലും ഈ മെഷീനിൽ കാണിക്കത്തില്ല. ആഡ് ചെയ്യുന്ന വെള്ളം ഈ മെഷീനിൽ കാണിക്കാറുണ്ട്, ആഡ് വാട്ടർ. അപ്പോൾ നമ്മളല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു 13%, ഒരു 8.5% SNFും ഒരു 4% ഫാറ്റും വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് വാട്ടറിൻ്റെ അവിടെ സീറോ കാണിക്കും. ഇതിനകത്ത് ഈ മെഷീനകത്ത് നമ്മൾ വാട്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോർമൽ സീറോ കാണിക്കും. പിന്നെ ഇത് സീറോ കാണിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഓൾറെഡി മാനുവലായിട്ട് നമ്മൾ ലാക്ടോമീറ്റർ റീഡിങ് നമ്മൾ നോക്കും. നോർമലി ഉള്ള ഒരു പാലെന്ന് പറയുമ്പോൾ അതിനകത്ത് 29 to 30 റീഡിങ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ റീഡിങ് കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അല്ലെങ്കിൽ റീഡിങ് കുറയുന്നുണ്ടെങ്കിൽ ഫാറ്റ് കൂടും. അപ്പോൾ നമ്മുടെ കറവ തീരുന്ന സമയത്തുള്ള പാലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ റീഡിങ് ഒരു 28, 27 വന്നാൽ അപ്പോൾ ഫാറ്റിനകത്ത് 4, 5 അങ്ങനെയുള്ള വേരിയേഷൻ ഉണ്ടാകാറുണ്ട്. എന്തായാലും തട്ടിപ്പ് നടത്തിയാൽ പിടിക്കും. ഇത് മാത്രമല്ല, ഇപ്പുറത്ത് കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ പാലിൽ വെള്ളം ചേർക്കുന്നത് മാത്രമല്ലല്ലോ, ഷുഗർ, അങ്ങനെ പല സാധനങ്ങൾ, ഗ്ലൂക്കോസ്. ഇതെന്താണ് ഈ ഓരോ നമ്മുടെ പാലിൻ്റെ അകത്ത് വരുന്നത്? സാധാരണഗതിയിൽ നമ്മളിപ്പം ആൾക്കാരിപ്പം സാധാരണ കർഷകരങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നില്ല, വളരെ ഇതുള്ളൂ. പക്ഷേ ഈ പാലിൻ്റെ അകത്തുള്ള റീഡിങ് കുറയുമ്പോൾ, അത് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ റീഡിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക സംവിധാനമാണ് ഷുഗർ ആഡ് ചെയ്യുക എന്നുള്ളത്. മാത്രമല്ല, ഇതെന്തൊക്കെയാണ് ഓരോ പലതുണ്ട്. അതെ, അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നു. അതുപോലെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പാലിൻ്റെ അകത്തുള്ള ബൈകാർബണേറ്റ് ആണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ടോസിന് അളവ്, വെള്ളം ചേർക്കുമ്പോൾ ലാക്ടോസിന് അളവ് കുറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഷുഗർ ചെയ്യുക. പക്ഷേ അത് ശരിക്കും ചെയ്യാൻ പാടില്ല. പക്ഷേ അത് അങ്ങനെ ഷുഗർ ചേർത്ത് നമുക്കറിയാൻ പറ്റും. അത് നമുക്ക് പാലിന് നമുക്കിപ്പോൾ ഒരു ഓർഗാൻ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്കുണ്ടാവുള്ളൂ. നമ്മൾ കണ്ണ്, മൂക്ക്, നാക്കെന്നുള്ള നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം, സ്മെല്ല് ചെയ്യുമ്പോൾ അറിയാം, അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഷുഗർ ടെസ്റ്റ് അതുകൊണ്ട് ചെയ്യുന്നതാണ്. പ്ലസ് നമ്മുടെ സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഈ കപ്പപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർത്തിട്ട് ആൾക്കാർ ഇത് കാണിക്കാൻ വേണം. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ അതൊക്കെ നമുക്ക് കണ്ടെത്താനുള്ള സംവിധാനമാണ്. പിന്നെ ഗ്ലൂക്കോസ് ചേർക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാൾട്ടോഡെക്സിൻ, അതാണ് ഇതിൻ്റെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിൻ്റെ കെമിക്കലുകളായിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് പ്രോട്ടോക്കോൾ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്, ഇപ്പം ഇവിടെ നിൽക്കുന്ന നമ്മുടെ യൂണിറ്റിലുള്ള ജീവനക്കാർ, ഓഫീസർമാർ കൂടെ നമുക്ക് ഈ 12 യൂണിറ്റ് ഉണ്ട്.
നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ തന്നെ. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ, അപ്പോൾ നമ്മുടെ ഇവിടെ താഴെ ഞങ്ങളുടെ ജില്ലാ ഓഫീസറുണ്ട്. അപ്പം മേഡമാണ് ഇവരെല്ലാം ലിസ്റ്റ് ചെയ്ത് ഇവിടെ ഇടുന്നത് നമ്മുടെ ഈ ഓണ സമയത്ത്. ഇവിടെ അതിനിടയ്ക്ക് ഈ ഫോർമാലിൻ്റെ ഒക്കെ പേര് എഴുതി അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പാല് കേടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമാലിനെ യൂറിയ പോലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളത്. കാരണം നമുക്കിപ്പോൾ മിൽമ പോലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് എത്ര ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സംവിധാനമുണ്ട്. കാരണം അവർക്ക് കൂൾ ചെയ്യാനുള്ള പ്ലാന്റുകളും എല്ലാ സംവിധാനങ്ങളും ഉള്ളതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള ആൾക്കാർ, മറ്റ് പ്രൈവറ്റ് സെക്ടറിലുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അത്ര സാഹചര്യം അവർക്ക് പെർമനൻ്റ് ആയിട്ട് വയ്ക്കുന്നതിനേക്കാൾ ഈ ഓണക്കാലം ആകുമ്പോഴത്തേക്കും പാല് കൂടുതൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ പാല് സംഭരിക്കാനൊരു സംവിധാനമില്ല വരുമ്പോൾ മേ ബി അവർക്കൊരു പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പം ഇന്ന ആൾക്കാർ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആണ് ഈ വരുന്നത്. ടിപ്പുകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കെമിക്കലാണ്. ഇത് കെമിക്കലല്ല. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കലല്ല. ഓൾറെഡി നമുക്കിത് അതും ചെയ്യാൻ പാടില്ല. അഡൾട്രേറ്റ് ചെയ്യാൻ തോന്നും. മറ്റൊരു അങ്ങനെയല്ല, കെമിക്കലാണ്, പ്രിസർവേറ്റീവ്സ് ആണ് വരുന്നത് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇത്രയുള്ള ഈ നിലവിലുള്ള ഷുഗർ, സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഇങ്ങനെ മാൾട്ടോഡിഷൻ വരെ നമ്മളൊരു അഡൾട്രൻസ് ആയിട്ടും, എല്ലാ അഡൾട്രൻസ് ആണ് നമ്മൾ കോമൺലി, പക്ഷേ അഡൾട്രൻസ് ആയിട്ട് ഇതും പിന്നെ ബാക്കിയുള്ള പ്രിസർവേറ്റീവ്സ് ആയിട്ടോ കാണും. കാരണം പാല് കേടാകാതിരിക്കാൻ. മറ്റേ പാലിനെ നമ്മൾ കൃത്രിമമായിട്ട് പാലാണ് അങ്ങനെ ചേർത്തവരെയൊക്കെ ഇടയ്ക്ക് പിടിക്കാറുണ്ടോ? അങ്ങനെ സാധാരണഗതിയിൽ നമുക്ക് ഈ ഷുഗറൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കർഷകരുടെ അടുത്തൊക്കെയാണ് നമ്മൾ സൊസൈറ്റി പറയും മറ്റേതുണ്ട്. പിന്നെ ബാക്കിയുള്ള പാക്കറ്റിൽ നമുക്ക് സ്റ്റാൻഡേർഡാണ് എപ്പോഴും കുറവ് വരുന്നത്. അതായത് ശരിക്കും ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. ജനങ്ങൾക്ക് നല്ല പാലും നല്ല പായസവും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് ആളുകൾ ഉപയോഗപ്പെടുത്തുക കൂടി വേണം അല്ലേ? നമ്മളിവിടെ ഈ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞപ്പം മേഡമാണ് ഓഫീസർ. അപ്പം നമ്മുടെ ഇവിടെ എല്ലാ ദിവസവും നമ്മൾ പാല് സൗജന്യം പരിശോധിച്ച് കൊടുക്കും. പക്ഷേ നമ്മൾ ബുധനാഴ്ച ദിവസം വെക്കാൻ കാരണം ഞങ്ങൾ ഈ 250 സൊസൈറ്റികൾ ഞങ്ങളിങ്ങനെ പോകുന്നതിൻ്റെ പേരിൽ നമുക്ക് ഒരു ബുധനാഴ്ച ദിവസം ഇവിടെ എപ്പോഴും ആളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മില്ലി പാലെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പാൽ ഉപയോഗിക്കാൻ കൊള്ളുമോ ഇല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കത് ഫ്രീ ആയിട്ട് പരിശോധിക്കാം. ആളുകൾ ഈ സ്വന്തം പാല് വീട്ടിൽ കറവയൊക്കെ ഉണ്ടല്ലോ, അവരുടെ പരിശോധിക്കാനുള്ള അങ്ങനെയുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? നല്ലൊരു കർഷകൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാറ്റ് സാമ്പിൾ. അപ്പോൾ ഇതാണ് ഓണക്കാലത്തല്ല ഏത് കാലത്തും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്തെങ്കിലും സാധ്യതകൾ, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംശയ നിവാരണത്തിനും ഇവർ സ്വന്തം പശു കറവയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഇത്തരം സൗകര്യങ്ങളുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെയും ഇത്തരം സൗകര്യങ്ങളുണ്ട്. അപ്പം ഓണക്കാലം ആരോഗ്യകരമായ നല്ല ഭക്ഷണം കഴിക്കാനുള്ള കാലം കൂടിയാണ്. അത് ആരോഗ്യകരമാണെന്ന് ഉറപ്പുവരുത്തുക ഓരോരുത്തരുടെയും അവകാശമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.